അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്ക് ഗോവൻ യാത്ര കഴിഞ്ഞ് വന്നു. ശരീരത്തിന് നല്ല സുഖമില്ലായിരുന്നു, ടയേർഡായി. അതുകൊണ്ടാണ് 2 ദിവസം നമ്മൾ വീഡിയോ ഇടാൻ താമസിച്ചത്, ക്ഷമിക്കുക. അപ്പം നമുക്ക് നമ്മുടെ 400 വർഷത്തിലേറെ പഴക്കമുള്ള ജയിൽ സമുച്ചയത്തിനുള്ളിലേക്ക് ഒന്ന് പോകാം. അതായത് അഗ്വാഡ് ഇന്ററാക്റ്റീവ് മ്യൂസിയം കാണാനല്ലേ നമ്മൾ പോയത്. അപ്പോൾ അതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ ബ്രിട്ടീഷ് അധിനിവേശത്തെയും ചരിത്രത്തെയും ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോർച്ചുഗീസ് ചരിത്രത്തെക്കുറിച്ച് അത്ര വലിയ ഗ്രാഹ്യമൊന്നുമില്ല. എനിക്കില്ല കേട്ടോ, സത്യം പറയാം. അപ്പൊ ഇത് 3 ജയിൽ സെല്ലുകളിലായി കുറെ പ്രദർശനങ്ങൾ ഈ മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ ടിക്കറ്റ് എടുക്കണം. 200 രൂപയാണ് ടിക്കറ്റിന്. അപ്പൊ അതാ നമ്മള് ടിക്കറ്റ് ഒക്കെ എടുത്ത് പതുക്കെ അങ്ങോട്ട് അതിനുള്ളിലേക്ക് കയറുകയാണ്. ഗോവയുടെ പൈതൃകത്തിന്റെ വിവിധ വശങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇതിനുള്ളിലെ കാഴ്ചകൾ. ഗോവ ദി ലാൻഡ്, ദ സ്ട്രഗിൾ, ദ പീപ്പിൾ എന്ന് പേരിട്ടിരിക്കുന്ന ഈ മ്യൂസിയം കാണാൻ നമ്മൾ പോവുകയാണ്. അതായത് ഗോവയുടെ സത്ത, അവിടുത്തെ ജനങ്ങള്, സംസ്കാരം, ചരിത്രം, സ്വാതന്ത്ര്യം, അങ്ങനെ കലാപരമായി നമുക്ക് അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും എന്നുള്ളതാണേ. അപ്പൊ നമ്മൾ അതിനുള്ളിലേക്ക് പോവാണ്. പ്രധാനപ്പെട്ടതും ചരിത്രപരവുമായ പല കാഴ്ചകളും നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ നിങ്ങളും എൻ്റെ ഒപ്പം വരുവാണ്. നമ്മളിപ്പോ ഒരു പള്ളിമണിയൊക്കെ കണ്ടിട്ട് മുന്നോട്ട് പോവുകയാണേ. ഓരോ പാറക്കല്ലും ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം എന്തുമാത്രം തിര വന്നടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് മിനിസമാർന്ന് കിടക്കുന്ന കണ്ടോ. ഒരൊറ്റ തിര വന്നിട്ട് എവിടേക്കൊക്കെ ചെന്നി ചെതറിയിട്ട് വീണ്ടും അടിച്ചു. അതുകൊണ്ട് അത് ഇറങ്ങി പോകുന്നതിന് മുമ്പ് അടുത്തത് വന്നു കഴിയുവാണേ. മ്യൂസിയത്തിനകത്തേക്ക് പോകാനുള്ള ആ ഒരു ഇതാണേ. നമ്മൾ കുറേ നടന്ന് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നടന്നു പോകാൻ ആരോഗ്യമുള്ള സമയത്ത് തന്നെ വേണം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണാനും നടക്കാനും കേട്ടോ. ഇവിടെ എല്ലാം ഓരോ മതിലിന് ശേഷവും ഓരോ ഗേറ്റ് ഉണ്ട്, പക്ഷെ അത് പൂട്ടിയിട്ടിരിക്കുക കണ്ട. അതിൻ്റെ ഇടയ്ക്ക് ഓരോ വിളക്കും ഉണ്ട് കണ്ട. നല്ല ഭംഗിയുണ്ട് കാണാനില്ലേ കണ്ട. ആ ഓരോ ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 100 ഗേറ്റിനപ്പുറം ഉണ്ട് കേട്ടോ. അതുപോലെയുണ്ട് ഓരോ ഗേറ്റും പൂട്ടിയിട്ടിരിക്കുക കണ്ട. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പീരങ്കിയുണ്ട് കണ്ട. അതാണ് നമ്മൾ അഗാഡ്. അപ്പോൾ അതാ നമ്മൾ അഗ്വാഡ ഇന്ററാക്റ്റീവ് മ്യൂസിയത്തിന്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അവിടെ 2 ദീപശിഖ ഏന്തി 2 കൈകളുണ്ട് കേട്ടോ. അങ്ങോട്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു അതായത് വെയിൽ കൊണ്ട് നമുക്ക് ഒന്നും വീഡിയോ എടുക്കാൻ പോലും പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാനിത് എങ്ങനെങ്കിലും എടുക്കുകയാണ്. അത്രമാത്രം പൊരിഞ്ഞ വെയില്, ഇടയ്ക്ക് മഴ അങ്ങോട്ട് തീരുമ്പോൾ വെയില്, അങ്ങനെയാണ്. അപ്പൊ അതാ നമ്മള് അതിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. നിങ്ങളും വാ, നമുക്ക് പോയിട്ട് വരാം. ഗോവയിലേക്ക് ആദ്യമായി എത്തുന്ന എന്നെ പോലുള്ളവർക്ക് ഓരോ കോണിലും അത്ഭുതങ്ങൾ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇടമായിരിക്കും ഗോവ. ഇത്രയും കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് കണ്ടു തീർക്കാവുന്നതിലും അധികം ഇടങ്ങളാണ് നമ്മുടെ ഗോവയിലുള്ളത്. അപ്പൊ നമുക്ക് ബീച്ചുകളും കോട്ടകളും ഒക്കെ ഒരുപാട് കാണാനുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് താഴോട്ടുള്ള ദൃശ്യം നോക്കൂ, എന്ത് രസമുണ്ട് അല്ലേ. ഹായ്. അതാ ഭയങ്കരമായ ഒരു കഥ കാണുന്നുണ്ട്. നല്ല വെയിറ്റ്, നല്ല ആധാമം വെയിറ്റ്. അതിൻ്റെ താഴും കണ്ട. ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ കുറേ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് കണ്ട. അതിങ്ങനെ ഫലകത്തിൽ കൊത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഗോവ ഇന്ററാക്റ്റീവ് ഫ്രീഡം ഫൈറ്റേഴ്സ് വാൾ എന്നാണ് ഇതിന് പറയപ്പെടുന്നത് കേട്ടോ. അപ്പൊ നമ്മളെ ഈ ഒരു വാള് നമ്മളെ സ്വാതന്ത്ര്യ സമര കഥകളുമായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയുന്നുണ്ട്. നമുക്കെല്ലാ ഓരോ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെയും പേരുകൾ അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. ഇതൊരു കടലാണ് പൊന്നെ, നടന്നാലും തീരില്ല. പപ്പ ഒന്നും വരാഞ്ഞത് കാര്യമായി, കാരണം കുറേ നടന്ന് കാണാനുണ്ട്. ഈ മ്യൂസിയം എന്ന് പറഞ്ഞാൽ കുറേ കാണാനുണ്ട്. കണ്ട
യോ എൻ്റെ പൊന്നെ, നിങ്ങളെ ഞാനൊരു സംഭവം കാണിച്ചു തരാം. കണ്ടാ, ചിത്രവധ ചെയ്യുക എന്ന് കേട്ടിട്ടില്ലേ? ആ സംഭവമാണ് ഇവിടെ റിക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരാളിനെ തല കീഴ്ക്കാമ്പാടായിട്ട് കെട്ടിത്തൂക്കിയിട്ടിട്ട് ഒരാൾ ചാട്ടവാറിന് അടിക്കുകയാണ്. ബ്രിട്ടീഷുകാരനാണെന്ന് തോന്നുന്നത്. കണ്ട, ഇവനെയൊക്കെ ഇവിടുന്ന് നമ്മുടെ ആൾക്കാർ ഓടിച്ചത് എത്രയോ നന്നായില്ലേ. പാവം പിടിച്ച നാട്ടുകാരെ ആയിരിക്കും കെട്ടിത്തൂക്കിയിട്ട് അടിക്കുന്നതായിട്ട്. കണ്ട്, ചിത്രവധ. ഇതാണ് പണ്ട് കാലത്ത് പറയുന്ന ചിത്രവധ എന്ന് പറയുന്ന സംഭവം കേട്ടോ. ഏറ്റവും മേളി വന്ന് നിന്നാൽ ഇതണ്ട അതിവിശാലമായ ഷോറൂം പോലെ നമ്മുടെ കടലങ്ങനെ തല തല്ലി അങ്ങ് അറുമാതിക്ക് വേണ്ട. അടിപൊളി. സാധാരണ തിര ഇങ്ങോട്ട് വന്ന് കരക്കല്ലേ വരുന്നത്. നിങ്ങളൊന്ന് നോക്കിക്കേ, ആ പാറക്കെട്ടിൻ്റെ ചുറ്റിനും അടിച്ച് തിമർക്കുകയാണ് അവർ. കണ്ട്, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാ മക്കളെ. ഇത് ഒരാഴ്ച കൊണ്ടൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറങ്ങിക്കോ. അവിടെ നിന്നും നമ്മളിതാ അടുത്ത കതക് തുറന്നങ്ങോട്ട് അകത്തേക്ക് കയറുകയാണ്. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. കതക് അങ്ങോട്ട് തുറന്ന് ഞങ്ങൾ അടുത്ത ജയിലിനുള്ളിലേക്ക്. ദ ലാൻഡ്. ഓ, എന്ത് സുഖം, അടിപൊളി. ഓ, എന്താ അഗാഡ ജയിലുകളാ. അഗാഡ എന്ന് പറഞ്ഞാൽ ജയിലെന്നായിരിക്കും അർത്ഥമല്ലേ? അപ്പം നമ്മൾ ഇതിനകത്തേക്ക് കയറി കഴിയുമ്പോൾ ഉണ്ടല്ലോ കുറേ അത്ഭുതങ്ങളാണ്. അതായത് നമുക്ക് കണ്ട അത്ഭുതം തോന്നുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സാധാരണ ഒരു മ്യൂസിയത്തിൽ പോയി നമ്മൾ എന്തൊക്കെയോ കണ്ടു പോകുന്ന പോലല്ല, ഇതിൽ ഒത്തിരി മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഓരോരുത്തരും വന്നിട്ട് താണ്ട കണ്ട, നമ്മൾ ഗോവയിൽ വന്നിറങ്ങിയിട്ട് നമുക്ക് കാണേണ്ട ഒരുപാട് സ്ഥലങ്ങൾ ഇതിൽ തന്നെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് നമുക്ക് കാണേണ്ടതെല്ലാം ഇതിലൊന്ന് ടച്ച് ചെയ്ത് വിരൽ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ കാണാൻ. കണ്ട, എങ്ങും ഓടി നടക്കണ്ട, ഒരു പിന്നെ ഗൈഡും വേണ്ട, ഒന്നും വേണ്ട. കണ്ടോ, മ്യൂസിയത്തിൽ വന്നിട്ട് 200 രൂപ മുടക്കിയാൽ മതി. ഇതിൽ കാണേണ്ട സ്ഥലങ്ങളെല്ലാം നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഗൂഗിൾ മാപ്പ് അനുസരിച്ച് അങ്ങ് പോയാൽ മതി. ഒരു ഗൈഡും വേണ്ട കേട്ടോ. മുന്നോട്ട് ടച്ച് ഓണാപ്പോൾ ഡിസ്കവർ. നമ്മുടെ വേഴാമ്പലല്ലേ അത് അല്ലേ? വേഴാമ്പല്. നമ്പേഴ്സ്. ജയിലുകളാണെന്ന് തോന്നുന്നു കേട്ടോ. ഓരോ നമ്പർ അടിക്കുമ്പം ഓരോരോ കോട്ടകളും സ്റ്റോറീസും എല്ലാം കാണാം കേട്ടോ. ചാർസ് വിരാസത്ത് കണ്ടോ 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 കണ്ടോ. ഇതെന്തുവാ സംഭവം? ഇതിൻ്റെ അകത്ത് എന്തോ ഒരു സംഭവമാണ്. ഇതിൽ കൂടെ നോക്കുന്നതാടേ. ഒന്ന് പിടി. ഇതും നമ്മൾ ആ അപ്പുറത്ത് കണ്ടതുപോലുള്ള ഫ്രീഡം അടഞ്ഞോളൂ. ഫ്രീഡം സ്ട്രഗിൾ എന്താ, ഫ്രീഡം സ്ട്രഗിൾ ടൈം മെഷീനാണ്. അണ്ടർ മെയിൻ്റനൻസ്. ഇതിലെ സാധനമൊക്കെ മെയിൻ്റനൻസിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പേജസ് ഓഫ് ഹിസ്റ്ററി. നല്ല സുഖം. ഇവിടെ നിന്ന് ഇറങ്ങി പോകണ്ട, നല്ല തണുത്ത കാറ്റ് കൊണ്ടുപോകാം. ഒക്കെ കുഴപ്പമാണ്, ഞങ്ങൾ വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് കുഴപ്പമായതാണ്. ഇതൊക്കെ ആരാണമ്മ? അതെല്ലാം ഫ്രീഡം ഫൈറ്റേഴ്സാണ് കേട്ടോ. കഷ്ടവേ, ഇതുങ്ങളെല്ലാം ഇത്രമാത്രം ജീവൻ ബലി അർപ്പിച്ചല്ലേ ഇല്ലേ? ഒന്ന് ആലോചിച്ചാലേ. നോക്ക്, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കണ്ടോ, ഇങ്ങനെയൊക്കെ തന്നെ വേണം കേട്ടോ. കാരണം ഉണ്ടോ കൃഷ്ണ ഷാംബാഷെട്ട്, ആ ഓരോ വ്യക്തികളെക്കുറിച്ചോട്ടുള്ള ഹിസ്റ്ററി കംപ്ലീറ്റ് ഉണ്ട് കണ്ടോ. അപ്പോൾ ഒരൊറ്റ വ്യക്തിക്കും നമ്മളിത് ആരാണെന്ന് ചോദിക്കേണ്ട, അവരെക്കുറിച്ചിട്ടുള്ള മൊത്തം വിവരണവും ആ ഒരു പിക്ചറിലൊന്ന് ഞെക്കുമ്പോൾ തന്നെ വരുന്നതാണ് കണ്ടോ. എന്ത് അന്തസ്സോടെ ഇല്ലേ, എന്ത് നമ്മുടെ രാജ്യത്തെ ഇല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഹായ് ലക്ഷ്മി ബാലകൃഷ്ണൻ,
ആ ഇത് ലേഡീസ് കണ്ടോ. സത്യം പറഞ്ഞാൽ കുളിര് പോരുത്. ഗോവയ്ക്ക് ഒരുപാട് ചരിത്രമുണ്ട് കേട്ടോ. അത് പഠിക്കാനുള്ളതാണ്. തീർന്നു. നമ്മൾ ഇവിടുന്ന് അപ്പുറത്തോട്ട് പോവുകയാണ് ഇനി. ഇതെന്താ മെസ്സേജ്? പണ്ട് കാലത്തെയാണോ ഡോച്ചേ? പണ്ടത്തെ മെസ്സേജുകളാണോ? ഉണ്ടോ? ഓ അതെ അതെ അതെ. ആ കുപ്പിക്കകത്താണ്, കുപ്പിയിലാണ് പണ്ട് മെസ്സേജുകൾ. കണ്ടോ? 1961 51 മുതൽ 61 വരെ ദ ഫ്രീഡം സ്ട്രഗിൾസ് ഓഫ് ഗോവ. കണ്ടോ? അവർ മെസ്സേജുകൾ കൈമാറിയിരുന്നത് ഇങ്ങനെയാണ്. കണ്ടോ? വെള്ളത്തിൽ കുപ്പിക്കകത്ത് കുറിമാനങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങ് വിട്ടുകളയും. അത് കൊള്ളാല്ലേ? കടൽ മാർഗം ഓ എന്തൊക്കെയാണ്. അതാ ഞാൻ പറഞ്ഞ ഗോവയുടെ ചരിത്രമേ അത്ര മാത്രമാണ് അവർക്ക് എക്സ്പ്ലോറില്ലേ. കണ്ട ഫ്ലഡ്ജ്. പ്രിസൺ സെല്ലിലേക്ക് പോവുകയാണ്. ഈശ്വരോ രക്ഷതു പൂട്ടിയേക്കുകയാണേ. ഇതിന് പോലെ 500 സംഭവങ്ങളാണ് കേട്ടോ. ഇത് പ്രീ ഹിസ്റ്റോറിക് ആൻഡ്സ് ആൻഡ് ഐക്കൺസ്. കണ്ടോ? ഇതെല്ലാം നമുക്ക് ആ ലിവറിലൊന്ന് ഇതാക്കി കൊടുത്താൽ ഏതാണോ വേണ്ട ഒന്ന് ടച്ച് ചെയ്ത് വേണ്ടതാ. ഇതിപ്പോൾ ടച്ച് ചെയ്താൽ കണ്ട അത് കറങ്ങി കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റുമേ. ഉണ്ട് അതിൻ്റെ ക്ലിയറിങ് ഡീപ്പ് ഇൻ ദി ഫോറസ്റ്റ്. എന്താ മാരിയോ മിറാണ്ട ഇതൊക്കെ മ്യൂസീഷ്യൻസ്, ആക്ട്രസ് ഒക്കെ ഉണ്ട്. ആനുവലിസ്റ്റ്. ഇങ്ങനെയാണ് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ടൈം ലൈന്. എന്താ പീപ്പിൾ ആൻഡ് കൾച്ചർ, ഗോവൻ സംസ്കാരം, ഗോവയിലെ ആളുകളുടെ ജീവിത രീതി, അതെല്ലാം ഒരു പിന്നെ സ്ക്രീനിൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ താഴെ നമുക്കിഷ്ടമുള്ളത് ഇത് വേണമെങ്കിൽ ഇതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ അത് വന്നു കഴിഞ്ഞു. കണ്ടോ? സാട്ടി ആൻഡ് ബ്രൂംബ്രോ. ഇവരെല്ലാവരുമായിട്ടുള്ളതൊന്നും എടുക്കട്ടെ. ഞാൻ ഇതിലൊന്ന് ടച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതാ വന്ന് കണ്ടോ? സൗത്ത് ഇത് ഞാൻ മുമ്പ് നമ്മൾ അപ്പുറത്ത് കണ്ടില്ലേ, അതേപോലത്തെ സംഭവമാണ്. ഇതിനകത്തൂടെ നോക്കാം, വലുതായിട്ട് കാണാം. മാറി വരും. പിന്നെതാ ആർട്ട് കോർണർ ചിരട്ട വെച്ചിട്ടുള്ളത്, എന്തെല്ലാം സാധനങ്ങൾ വെച്ചിട്ടുള്ള കരകൗശല സാധനങ്ങളാണ്. ബോട്ടിൽ ആർട്ട്, പേപ്പർ വെച്ചിട്ടുള്ളത്, ഇതൊക്കെ ഇതിലിങ്ങനെ നമ്മൾ ടച്ച് ചെയ്ത് കൊടുത്താൽ എല്ലാം കാണാം. ആർട്ട് ഓഫ് ഗോവയുടെ ആർട്ടുകളാണ്. സമയമില്ല, അപ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ട് പോവാണ്. കാരണം ഇന്ന് 4 ഇടം കണ്ട് തീർക്കണമെന്നാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം. ഓരോന്നിങ്ങനെ മാറി വരുവാണേ. 17-ാം നൂറ്റാണ്ടിലാണേ ഗജലക്ഷ്മി, ഗണേഷ്. എന്തെല്ലാമാണേ നോക്കിക്കേ. സത്യം പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് വന്ന് കാണണം കേട്ടോ. എന്നെ ആരും ചീത്ത വിളിക്കരുത്. പിന്നെ വയസ്സുള്ളവർക്കല്ലേ പറ്റത്തുള്ളൂ, ഞങ്ങൾക്കാർക്കും പറ്റത്തില്ല എന്നൊന്നും പറയില്ലേ. നമ്മൾ ഒരു വർഷത്തിൽ ഒരു കുടുക്കയ്ക്കകത്ത് ഇച്ചിരിച്ച പൈസ ഒന്ന് ഇട്ടിട്ട് സ്വരൂപിച്ചപ്പോൾ പറയും നമുക്ക് മക്കത്ത് പോയിക്കൂടെ, ഹജ്ജിന് പോയിക്കൂടെ. അതിനും പോകാം, അതിൻ്റെ ഒപ്പം ഇത് നടക്കത്തില്ലേ. ഉംറയ്ക്ക് പോകാം, ഹജ്ജിന് പോകാം. അതിനോടൊപ്പം തന്നെ അള്ളാഹ് തന്ന കണ്ണ്, എന്തെല്ലാം സംസ്കാരങ്ങൾ, ഏതെല്ലാം ജനതയുടെ ജീവിത രീതികൾ, ഓരോ സ്ഥലത്തെ കാഴ്ചകൾ, എന്തെല്ലാം നമുക്ക് കാണാനും അറിയാനും പറ്റും.
അടുത്തത് ഗോവ 2035 ഗോവ. കൊള്ളാം. ഹാപ്പി ഗോവ. 2035 ഗോവ. ആയി തീർന്നോ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക്? അതാ വരുന്നു ഗോവ. എന്താ സെറിൻ ഗോവ. ആ ഒരൊറ്റ പിക്ചർ കൊണ്ട് അവരെന്തെല്ലോ കാര്യങ്ങൾ ആ ഒരു അനിമേഷൻ കൊണ്ട് കാണിക്കുന്നു എന്ന് നോക്കിക്കോടെ. അടിപൊളി. ചരിത്രാതീത കാലത്തെ കണ്ടെത്തലുകൾ, വൺസ് അപ്പോൺ എ ടൈം, പ്രമുഖ ഗോവക്കാരെ കണ്ടെത്താനുള്ള ഗോങ്കർ, മ്യൂസിക് ഓഫ് ഗോവ എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, കിയോസ്കുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ ഇത് ആകർഷകമായ ഒരു ഇൻസ്റ്റലേഷനിലൂടെ നമുക്ക് ഗോവ 2035 ഗോവയുടെ സാംസ്കാരിക ദർശനം നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പൊ നിൽക്കാൻ സമയമില്ല, നമ്മൾ പോവാ. ഇനി അടുത്തത് ഫെനി. അയ്യോ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഫെനിയെ കുറിച്ച്. ഇതാണ് ഇത് ഗോവയുടെ തനതായ ഒരു അവർ വാറ്റിയെടുക്കുന്ന സംഭവമാണ്. നമ്മുടെ നാട്ടിലെ പട്ടച്ചാരായ വലിയ കശുമാങ്ങ വെച്ചിട്ടുള്ളതിനാണ് ഭയങ്കര എഫക്റ്റ്. ഞാനിതിനെക്കുറിച്ചൊന്ന് വായിച്ച് പഠിച്ചതാണ് കേട്ടോ. വേറെ ഒന്നിനുമല്ല, നമ്മൾ ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്. ഇതൊക്കെ എന്താണെന്നൊക്കെ ഒന്ന് വായിച്ചെങ്കിലും അറിയണ്ടേ. അപ്പോൾ അതാണ്ട് ഈ ഫെനി എന്ന് പറഞ്ഞാൽ ഇവിടെ ഗോവക്കാരുടെ ഭയങ്കര ഇഷ്ടമുള്ള ലഹരിയാണ് കേട്ടോ. അവരുടെ തനതായ പാരമ്പര്യമായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഫെനി. എന്താ ഫെനിയെ കുറിച്ചിട്ടുള്ള ഒരു വിവരണമുണ്ട്. फैनी एक अनेका हिंदी मालूम अनेका अथसार है जो गोवा में काजू सेब था नारियल की ताड़ियाणों से मनाई जाती है। यह राज्य का सबसे लोकप्रिय ഭയങ്കര ഗ്രാഹ്യമാണ് കേട്ടോ ഹിന്ദിയിൽ. പേയ് ഹേ ഔർ ഇസ്കെ കാടി പേയ് ഹേ, ഇത് കുടിച്ചാൽ പേയ് വരുമെന്നാണ് കേട്ടോ. ചുമ്മാ ഞാൻ വെറുതെ പറഞ്ഞാണേ. ഇത് കുടിച്ചാൽ പേയ് വരുമെന്നൊന്നുമല്ല. ഗോവയുടെ ഔദ്യോഗിക ഭാഷ കൊങ്കണി ഭാഷയാണ്. എൻ്റെ വാപ്പാടെ അനുജന്റെ ഭാര്യ, അവരുടെ മക്കള്, പെൺപിള്ളേർ 3 പേരുണ്ട്. അവര് 3 പേര് ഈ കൊങ്കണി ഭാഷ സംസാരിക്കുമ്പോൾ ഞങ്ങള് ഇങ്ങനെ വായും പൊളിച്ച് നോക്കിയിരിക്കും. ഭാഷ അറിഞ്ഞൂടല്ലോ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനവുമാണ് നമ്മുടെ ഗോവ. ഞാൻ അകത്തൂടെ ഒന്ന് വീഡിയോ എടുത്തു തരാം. കണ്ട പാവം നമ്മളെ നോക്കി ചിരിച്ചോണ്ടിരിക്കുന്ന ഏതോ ഫ്രീഡം ഫൈറ്ററോ അല്ലെങ്കിൽ ഗോവയുടെ ആരോ പ്രധാനപ്പെട്ട ആളാണ് കേട്ടോ, നമുക്കറിയില്ല. എന്നാലും ഞാനൊന്ന് എടുക്കുകയാണ്. എന്നെ ഇവിടെ പിടിച്ചു കെട്ടിയിട്ടില്ലേ, കൊള്ളാം. കണ്ട. അപ്പം ഞാൻ ഈ ജയിലിൻ്റെ അകത്തൂടെ കൈയിട്ടെടുക്കുക കേട്ട്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, തെര വന്നിങ്ങനെ ശക്തിക്ക് അടിച്ചിട്ട് ഞാൻ നിൽക്കുന്നിടം ഒന്ന് കുലുങ്ങുന്നുണ്ട് കേട്ടോ. ഞാനിതിൽ പിടിച്ചിരിക്കുകയാണ്. ഈ ഇത്രയും വലിയ ചെങ്കോട്ട പോലത്തെ കോട്ടയ്ക്കകത്ത് അതിൻ്റെ താഴ്ഭാഗത്ത് തല തല്ലി തലക്കുകയാണ് കണ്ടോ. ഇവിടെ നിന്നിട്ട് ഞാൻ ഈ കമ്പിയേൽ പിടിച്ചിട്ട്, ഈ കൈവരിയേൽ പിടിച്ചിട്ട് ഇത് കുലുങ്ങുന്നു. അപ്പം എന്തുമാതിരി ഫോഴ്സിലാണ് ആ വെള്ളം വന്നടിക്കുന്നതെന്ന് സത്യമായിട്ട് കുലുങ്ങുന്നു. അയ്യോ താണ്ട എന്താ ഒന്ന് നോക്ക് നിങ്ങൾ. ഓ അമ്മോ, എന്തോ. ഇവിടുത്തെ കാഴ്ചകൾ ഏകദേശമൊക്കെ തീർന്നു. അപ്പൊ ഇനി നമ്മള് അഗോഡ ഫോർട്ട് കാണാനായിട്ട് പോവുകയാണ്. അപ്പൊ ഇവിടെ ഒരു ഗോവയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 50ഓളം ബീച്ചുകളുണ്ട്, ചരിത്ര സ്ഥാനങ്ങളുണ്ട്, ഒരുപാട് കാഴ്ചകൾ വേറെയും ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ടത്തേക്ക് പോകാം. എൻ്റെ പൊന്നമ്മച്ചിയെ, നിങ്ങൾ നോക്കിതെന്താണെന്ന് നിങ്ങൾക്ക് കാണാവോ എന്ന് എനിക്കറിയില്ല. ഞാൻ നിൽക്കുന്ന ഭാഗത്ത് വരെയാണ് അടിച്ച് വെള്ളം അങ്ങനെ കയറി വരുന്നുണ്ട്. വെയിലെന്ന് പറഞ്ഞാൽ പോരി വെയിൽ, മുട്ടയിടുന്ന വെയിൽ. പക്ഷെ കാഴ്ചകൾ അടിപൊളി, സൂപ്പർ. വാ,
പറയേ ഒരു തരത്തിൽ വണ്ടി നീങ്ങുന്നില്ല. പോയിക്കോ, വണ്ടി നീങ്ങുന്നില്ല പറയുന്ന വെയിറ്റ് കൊണ്ട്. സത്യം പറഞ്ഞ നമ്മുടെ ഈ ഒരു യാത്ര നമ്മൾ മറക്കത്തില്ല, ഇല്ലയോ രാജി? നമ്മൾ ബസ്സിലോ പിന്നെ അല്ലെ ട്രെയിനിലോ ഫ്ലൈറ്റിലോ ഒന്നിനും പോയാലും നമുക്ക് ഇത്രയൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല കേട്ടോ. നമ്മൾ വണ്ടി എടുത്തോണ്ട് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് കറങ്ങാം, നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിച്ച് കഴിക്കാം, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നിർത്താം. ആരും നമ്മളെ ഭരിക്കാനില്ല, ഭരിപ്പിക്കാനില്ല, കളിയാക്കാനില്ല, ഒന്നുമില്ല. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ മുഖം ഉരുട്ടി കാണിക്കാനില്ല, മോന്ത വീർപ്പിക്കാനില്ല. അപ്പോൾ അതാ നമ്മൾ ഫോർട്ടിലേക്ക് പോവുകയാണ്. അതിഭയങ്കരമായ വെയിൽ. അഗാഡ ഫോർട്ട് കേട്ടോ. നല്ല കരിഞ്ഞ വെയിൽ. ഗോവ അഗാഡ ഫോർട്ട്. എൻ്റെ അതൊന്നും എടുക്കട്ടെ പോയി. മക്കളെ കേട്ടോ, അഗാഡ ഫോർട്ട് ഗോവ ഉണ്ടോ? ഈ കോട്ടയുടെ മതിൽ കണ്ടോ? നമ്മുടെ ഈ കല്ല് കണ്ടോ? ഇത് വെച്ചിട്ട് കെട്ടി വെച്ചിരിക്കുന്ന അതിഭയങ്കരമായ കോട്ട. അത് കടലാ കണ്ട, ഇവിടെ നിന്നുകൊണ്ട് നോക്കിയാൽ നല്ല സൂപ്പർ. പോയിക്കോ, സ്റ്റെപ്പ് കയറാം അതോ അങ്ങോട്ട് അങ്ങനെ പോകാമെന്നോ? ഓ ഭയങ്കരമായ വെയിലാ. ആ കോട്ട മാതിരി കണ്ടോ? നമ്മൾ ഈ ഫോട്ടോയ്ക്കകത്ത് വീഡിയോയ്ക്കകത്ത് കാണുന്നതല്ല, ഒരു 5-6 ആൾ പൊക്കമാണ് കേട്ടോ താഴേന്ന് കണ്ടോ. ആണൊരുത്തൻ അവിടെ നിന്നിട്ട് എന്തോ ഉണ്ടെന്ന് നോക്കിക്കുക ആ മതിലിൻ്റെ താഴെ. എത്ര പേര് നിന്നാൽ പറ്റില്ല കേട്ടോ, അതുപോലത്തെ പൊക്കമാണ് കണ്ട. വെയില എനിക്ക് ഞാൻ വരും ഇവിടെ നിന്നോണ്ടേ അതിൻ്റെ വീട് ഷോട്ടിൻ്റെ വെയില്. ഗോവയിലെത്തിയാൽ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് അഗ്വാഡ ഫോർട്ട്. അത് ഈ കോട്ടയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വിളക്കുമാടമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ കാണുന്നില്ലേ മുകളിലൊരു വെള്ള കളറിലൊരു ടവർ പോലെ കണ്ടില്ലേ, അതാണ് ഇവിടുത്തെ വിളക്കുമാടമാണ്. വന്ന് കാണാൻ പറ്റാത്തവരെ ഇതാണ് അഗാഡ ഫോർട്ട് കണ്ട. ഞാൻ അതിൻ്റെ ടോപ്പിൽ നിന്നിട്ട് ഒരു സൈഡിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ. അമ്മച്ചിയാ വെയിലെന്ന് പറഞ്ഞാൽ രാവിലെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അതിഭയങ്കര മഴയായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം പോയിക്കോ, ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുക. കിടങ്ങാണേത് കണ്ട, കോട്ടയുടെ ഈ സൈഡിലുള്ള കിടങ്ങ് കണ്ടോ? കിടങ്ങ് കണ്ട, എന്ത് പൊക്കമാണെന്ന് നോക്കിക്കേതേ, പൊക്കം കണ്ട. എന്തുമാത്രം താഴ്ചയിലുള്ള കിടങ്ങാണെന്നറിയാമോ? ഒരു വീഡിയോയിലൊന്നും ഒതുങ്ങത്തില്ല കേട്ടോ. വീഡിയോയിൽ കാണുന്ന ഇതൊന്നും അല്ല പൊന്നേ. അപ്പം ഞങ്ങൾ കോട്ടയ്ക്കകത്തോട്ട്, പക്ഷെ നല്ല തണുപ്പുണ്ട് ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ട്. എന്താണെന്ന് അറിഞ്ഞത്, ഇത്തരം ഈ കല്ലുണ്ടല്ലോ, ഈ വെട്ടുകല്ല് കൊണ്ടാണ് ഈ കോട്ട ഫുള്ള് പണിതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ടല്ലോ, ഒരു AC റൂമിൽ കയറുന്ന ഒരു തണുപ്പാണ്. ആ ഇവിടെ വല്ലതും ഉണ്ടോ കാണാൻ? എടുത്തോട്ടെ. ഇതെല്ലാം നമ്മുടെ ആളുകളൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. ഞാനെത്ര ഇത്രയും സ്റ്റെപ്പ് ഇതാ മോളെ കയറിക്കോടി, ഇത്രയും സ്റ്റെപ്പ് കയറി മേളിൽ പോകണം. അപ്പം പപ്പ വരാതിരുന്നത് എത്രയോ നന്നായി അല്ലേ? എന്താ നമ്മളങ്ങനെ പോവുകയാണ് മക്കളെ. ഞങ്ങൾ ഫോർട്ടിൻ്റെ മുകളിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ
ഏറ്റവും ടോപ്പിൽ കയറിയട്ടാ. അമ്മേ വയ്യാടി മക്കളെ, എന്നാലും വിട്ടുകൊടുക്കത്തില്ല. നമുക്ക് ആവതുള്ള സമയത്ത് മാത്രമേ ഇതെല്ലാം നടന്ന് കാണാൻ പറ്റത്തുള്ളൂ. നമുക്ക് വയ്യാന്ന് പറഞ്ഞിരുന്ന ഒരു രക്ഷയില്ല. നമ്മൾ കാണണം, കാണേണ്ടതൊക്കെ നടന്നും കയറിയും കാണണം. അപ്പോൾ അതാ അതിൻ്റെ മേൽഭാഗത്തു നിന്നുള്ള കണ്ടോ കണ്ടോ ഭയങ്കര. ഇവിടുന്നതാ ഇങ്ങനെ അങ്ങോട്ടൊരു നടപ്പാതയാണ് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ കിടങ്ങും നടപ്പാതകളും ഒക്കെയാണ്. ഭയങ്കരമായ കിടങ്ങാ താഴെ. പിന്നെ ഇപ്പുറത്ത് താണ്ട ഇതൊക്കെ കണ്ട് ഇത് ഇവിടെയും അതിൻ്റെ ഞാൻ ഈ ഒരു സംഭവം ഒന്ന് കാണിച്ചാൽ ഈ കോട്ടയുടെ ഒരു സൈഡ് ഒന്നും ഒരു ഇതിൻ്റെ അകത്തൊന്നും ഉള്ളില്ല കേട്ടോ. ഏറ്റവും താഴേന്ന് ഇങ്ങനെ പോയി ദാണ്ടാ കണ്ടോ. ഗോവായി വന്നിട്ടില്ലാത്ത എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്, എൻ്റെ വീട്ടമ്മമാർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. കണ്ട എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് നടപ്പാതകളാ കണ്ടോ. വൈകിട്ട് എന്തോ കാറ്റാണെന്ന് പറഞ്ഞ് എന്തോ ഒരു സുഖം. കാരണം ഈ കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചതല്ലേ. ഈ എന്താ എന്തോ ഇതിന് പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ഇതിന് വെട്ടുകല്ലെന്നാണ് കേട്ടോ. ഭയങ്കര പഴക്കമുള്ളതല്ലേ, എന്തുവാ ഇതൊരു ഉറപ്പാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി നമ്മൾ തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ്. പിന്നെ നമ്മൾ ഇവിടെ വരെ വന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടില്ലെങ്കിൽ എന്തോന്ന്. അപ്പം എന്നെ കടത്തി വെട്ടുന്ന രാജിയെ കടത്തി വെട്ടുന്ന ഞാനും. ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടം പോലെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. ബാ നമുക്ക് പോകാം. സിങ്ക്വേറിയം ഫോർട്ട് കാണാൻ വന്നിരിക്കുകയാണേ. അതാ ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും റിസോർട്ടുകളും സ്പാ സെൻറ്ററുകളും അതുപോലെ തന്നെ മദ്യ ഷോപ്പുകൾ, അതായത് നമ്മുടെ കൊച്ചു പെട്ടിക്കടകളിലും സ്റ്റേഷനറി കടകളിലും എന്താ പറയുക നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലുമൊക്കെ ഇത് തന്നെയാണ്. അതുപോലെ തന്നെ പെട്രോൾ കുപ്പിക്കകത്ത് എല്ലാ കടകളുടെ മുൻപിലും ഇങ്ങനെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. കുപ്പിക്കകത്ത് നിറച്ച് നമ്മൾ സിങ്ക്വേറിയം ഫോർട്ട് കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. ഒറ്റ ദിവസത്തെ വെയിലടിച്ചിട്ട് ഞാൻ ഏതാണ്ട് മത്തി തിരിച്ചും മറിച്ചു വിട്ട് കരിച്ചെടുത്താൽ എങ്ങനെ ഇരിക്കും ആ രൂപമായിട്ടുണ്ട് കേട്ടോ. എൻ്റെ മുൻകൈയും മുഖവും കണ്ടാൽ, അതായത് എനിക്ക് എന്നെ കണ്ണാടിക്കകത്തോട്ട് നോക്കിയിട്ട് എനിക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഉമ്മ കണ്ടാൽ ചിലപ്പോൾ ഞാനാണെന്ന് പോലും തിരിച്ചറിയത്തില്ല, പിച്ചക്കാരിയാണെന്ന് വിചാരിക്കും. ആ രൂപത്തിൽ എത്തിയിട്ടുണ്ട്. ഈ ഫോർട്ടിൽ നിന്നിട്ട് നമുക്ക് സൂര്യാസ്തമയമൊക്കെ കണ്ടിട്ട് പോകാം. പക്ഷേ നമുക്ക് സമയമില്ല, അതുകൊണ്ട് എല്ലാം ഒന്ന് പെട്ടെന്ന് കണ്ടു തീർത്തിട്ട് വേഗം പോകാം. ഇവിടെ പട്ടിയുടെ ഭയങ്കര ശല്യമാണ് കേട്ടോ. ഇഷ്ടംപോലെ പട്ടിയുണ്ട്. എല്ലാം ഉണ്ട് കേട്ടോ. അതായത് അപ്പനെയും അമ്മയും അല്ലാത്ത എല്ലാം ഉണ്ട്. കണ്ണു നിറച്ചുള്ള കാഴ്ചകളാണ്. ആണുങ്ങളെ കൊണ്ട് ആരും ഒറ്റ പെണ്ണുങ്ങളും ഇങ്ങോട്ട് വന്നേക്കരുത് കേട്ടോ. ഈ ഒരു ചാല് പോലെ പോകുന്ന കേട്ടോ. പോകാം. ഇതാണ് സിങ്ക്വേറി ഫോർട്ട്. അങ്ങോട്ട് പോകണോ നടക്കണം കേട്ടോ. അവിടായിട്ടാ ആണ് സിങ്ക്വേറി ഫോർട്ട്. നമ്മുടെ ബേക്കൽ കോട്ട പോലൊക്കെ അളച്ചു കെട്ടി ഒരു ഇതാണ് കേട്ടോ. ഇതാണ് സിങ്ക്വേറി ഫോർട്ട്. അതായത് ഗ്രൗണ്ടിലൊരിതാണ് കേട്ടോ. ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. നല്ല സൂപ്പർ കാറ്റ്. ഒരു റൗണ്ട്, അതായത് നമ്മുടെ ബേക്കൽ കോട്ടയുടെ വേറൊരു പതിപ്പ് കേട്ടോ. കണ്ട റൗണ്ടിലിങ്ങനെ ഈ കട്ടയ്ക്ക് കെട്ടിയ ഒരു കോട്ടയാണിത്. എന്തുമാത്രം ആൾക്കാരാണ് ഇവിടെ വന്നു പോകുന്നത്.
ബീച്ചും ഉണ്ട്. ആലുവ മണപ്പുറം പോലുണ്ടേ സംഭവം, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്തൊരു കിളിവാതില, അതണ്ട ഇതേ കണ്ട, ഇതേ ഇങ്ങനെ ഒരു കിളിവാതിലാണേ കേട്ടോ. ഇത് ഇതിനകത്തൂടുള്ള ഒരു കിളിവാതില കണ്ട. ഈ കിളിവാതിലിനകത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. എന്തോരം സുഖം നിറഞ്ഞതാ. ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ അസ്തമയമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ സൂപ്പർ. എന്താ മോളെ അന്ന് നോക്കുന്ന ഒരു ഇടാഞ്ഞ എന്താ വേണ്ട. ഇതേ നോക്കിയോ, ഇവിടെ ഈ ജനലിൻ്റെ അടുക്ക നിന്നാൽ കാണുന്ന കാഴ്ചയാണേ ഇത്. നോക്കിക്കോണേ, അവിടെ നിന്ന് എവിടെ നിന്നാണോ ഈ വെള്ളം ഒലിച്ച് വരുന്നത്, കടലപ്പുറത്താണ്. പക്ഷേ ഇതുകൊണ്ട് നോക്കണ്ടോ എന്തുവാ കണ്ടോ, ഈ കിളിവാതിലിൻ്റെ അകത്തൂടുള്ള രംഗമാണേ. സൂപ്പർ അല്ലേ, സൂപ്പർ. വാ, ഈ കരിങ്കല്ല്, ഈ പിന്നെ കല്ലിൻ്റെയൊക്കെ ഉറപ്പ് കണ്ടോ, എന്തോ വെള്ളം വീണായിരിക്കും. എന്തോ ഒരു ഉറപ്പാണെന്ന് പറഞ്ഞു ഈ കോട്ടയുടെ. കണ്ട അടുത്തത് ഇപ്പുറത്തെ കിളിവാതിലാണേ. ഇവിടെയുണ്ട് എല്ലാ വശത്തും ഓരോ കിളിവാതിലുകളാണ് ഈ കോട്ടയുടെ. നല്ല രസമാണേ. ശൃംഗേരി ഫോർട്ട് അതാ ഈ കോട്ടയ്ക്ക് ഈ ജനലിൽ കൂടെ നോക്കിയാലുള്ള വ്യൂ ആണേ ഇത്. ദാദാ എൻ്റെ പൊന്നേ, നമുക്ക് എത്ര കണ്ടാലും മതി വരുത്തില്ല കേട്ടോ. കണ്ടതാ കണ്ടോ, ഇവിടെ ഞാൻ ഇരിക്കുകയാണേ. നമ്മുടെ കടലിൻ്റെ ഒരു ഭാഗം 4 വശവും കടലാണോ അല്ലേ അമ്മ? അയ്യോ, വെള്ളം വീണ് കല്ലിൻ്റെ ആ മൃദുലത ഇത് കണ്ടോ, മിനിസം. എത്ര എടുത്താലും നമ്മുടെ ഫ്രെയിമിൻ്റെ അകത്തൊന്നും കൊള്ളത്തില്ല കേട്ടോ. അതുപോലെ കോട്ടയാണിത്. എന്തോരം പൊക്കത്തിലാണെന്നറിഞ്ഞത്. താഴോട്ടുള്ള ആ മതിൽ നിങ്ങളൊന്ന് നോക്കിക്കേ, ഞാൻ കാണിച്ചു തരാവേ. നമുക്കത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റത്തില്ല. വേണ്ടതേ, താഴേന്ന് നിങ്ങൾ ഈ കോട്ടയുടെ ഏറ്റവും താഴ്ഭാഗമാണേ. ഈ കോട്ടയുടെ ഏറ്റവും താഴ്ഭാഗമാണ്. എത്രയാൾ പൊക്കത്തിലുള്ള പൊക്കമാണെന്ന് നോക്കിക്കേ. എവിടോട്ടാണ് എന്താ ഇങ്ങനെയാണേ കേട്ടാ. അപ്പോൾ ഞങ്ങളും ഇവിടുന്ന് വിട പറയുകയാണ്. തിരകൾ എത്ര എണ്ണമാ വരുന്നതെന്ന് നോക്കിക്കോ. ഒരു തിര വന്ന് മടങ്ങി പോവുമല്ല, ഒന്നിന് പുറകൊന്നോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കണ്ട്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ബോറടിച്ച് കാണത്തില്ലെന്ന് വിശ്വസിക്കട്ടെ. നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങളില്ലായിരുന്നു. ഇത്രയും വിശദമായിട്ടൊന്നും ആരും വ്ലോഗ് ചെയ്യാറില്ല, കാരണം കുറച്ച് സമയം കൊണ്ട് ചുരുക്കിയെടുക്കും. പക്ഷേ ഞാൻ എൻ്റെ വീട്ടമ്മമാർക്ക് വേണ്ടി മാത്രമാണ് ഇത്രമാത്രം റിസ്ക് എടുത്തിട്ട് 2 വീലറിൻ്റെ പുറകിലിരുന്നെടുത്ത വീഡിയോ ആണ്. നിങ്ങൾ എല്ലാവരും കാണണം. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.